വിവിധ പരീക്ഷകളായിരുന്നു എന്നുള്ളതാണ്. ഇത് സാങ്കേതിക കാരണം എങ്ങനെയാണ്? പരീക്ഷ പേപ്പർ മാറിപ്പോയി. രാവിലത്തെ പരീക്ഷയ്ക്ക് ഉച്ചയ്ക്കത്തെ ചോദ്യപേപ്പർ നൽകിയെന്നുള്ള വിഷയം തിരുവനന്തപുരം മോഡൽ ബോയ്സ് സ്കൂളിൽ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ടി.വി. പ്രസാദിനൊപ്പമുണ്ട്. പ്രസാദ്, ഇപ്പോൾ PSC ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെ വന്നിരിക്കെ ഇപ്പോൾ ഇതാ പരീക്ഷയിലും ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്? ശ്രുതി, ഇതാ പരീക്ഷ 1:30 തുടങ്ങേണ്ടതായിരുന്നു. എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താ പറഞ്ഞെന്താ? സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ്. ഇനിയൊരു അറിയിപ്പ് വരുമെന്ന് പറഞ്ഞു. അത് അനൗൺസ് ചെയ്യാണോ ചെയ്തത്? ആ ടീച്ചർമാർ അവിടുത്തെ PSC ചാർജ് ഉള്ളവർ പറഞ്ഞതാണ്. ക്ലാസ് എന്ന് പറഞ്ഞാണോ? 1:30 തുടങ്ങേണ്ടതാണോ? 1:30 തുടങ്ങേണ്ട. പരീക്ഷ ഏതാ മാഡം? ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് കമ്പനി കോർപ്പറേഷന്റെ. ലാസ്റ്റ് ഗ്രേഡ് 1:30 തുടങ്ങേണ്ടതാണ്. അതെ. അപ്പോൾ 1 മണിക്കാണോ? ഇതുവരെ നമ്പറൊന്നും ഇട്ടില്ല. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അവിടുന്ന് അനൗൺസ് ചെയ്തു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ വന്നത്. ഇതാ സ്മൃതി, എല്ലാവരും തിരിച്ചു വരികയാണ്. ഇവർക്ക് പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയെന്ന് മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് എന്തായാലും കടക്കേണ്ടത്. പരീക്ഷയില്ല. എന്താ പരീക്ഷ നിർത്തി വെച്ച് ഇനി അറിയിപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയിപ്പുണ്ടാവും. ഇത് 1:30 തുടങ്ങേണ്ടത്? 1:30 തുടങ്ങുന്നത്. 1 മണിക്ക് ഹാളിൽ കയറി? അല്ല, ഹാളിൽ കയറില്ല, നമ്മൾ പുറത്ത് തന്നെ ഉള്ളൂ. നമ്പർ ഇട്ടിട്ട് വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ റദ്ദാക്കി ടീച്ചർ വന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും ഇതാണ് സ്മൃതി പറഞ്ഞതുപോലെ നമ്മൾ മോഡൽ ബോയ്സ് സ്കൂളിന്റെ മുന്നിലാണുള്ളത്. അവിടെ നിന്ന് അതാണ് പ്രസാദ്, ഈ ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലെ എടുത്തു കൊടുത്തത് പ്രസാദ്. അതുകൊണ്ടാണ് ഈ പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത്. അതാണ് മനസ്സിലാവുന്നത് സ്മൃതി. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശം ഇപ്പോൾ PSCയിൽ നിന്ന് ലഭ്യമാകും എന്നാണ് കരുതുന്നത്. എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്തായാലും ഇന്നിപ്പോൾ 1:30 തുടങ്ങേണ്ട പരീക്ഷയാണ്. ആ പരീക്ഷ പേപ്പർ മാറിപ്പോയി എന്ന കാരണം പറഞ്ഞ് സാങ്കേതിക കാരണം എന്ന വിശദീകരണത്താൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഉള്ളത്. തിരുവനന്തപുരം പല ഉദ്യോഗാർത്ഥികളും പലയിടത്തുനിന്നും വന്നതായിരിക്കുമല്ലേ പ്രസാദ്? വിവിധ ജില്ലകളിൽ നിന്ന് വന്നവരും ഉണ്ടാകാം. അതെ, അത് തന്നെയാണ്. വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് ദൂരത്തിൽ നിന്നും ഒക്കെ എത്തിയവരാണ് സാധാരണ ഈ പരീക്ഷയ്ക്ക് എത്തുന്നത്. എവിടുന്നാ വരുന്നേ? ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രുതി. എന്തായാലും എല്ലാ ആളുകളും മടങ്ങുകയാണ്. പരീക്ഷാ ഹാളിൽ നിന്ന് മടങ്ങുന്നു എന്നതാണ്. എന്താണ് സംഭവിച്ചതിന് പിന്നിൽ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളിപ്പോൾ വിളിക്കുമ്പോഴും അല്പസമയത്തിനകം പറയാം എന്ന വിശദീകരണമാണ് PSCയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും പരീക്ഷ റദ്ദു ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇവരോടിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നതും ഇവിടെ എത്തിയ ഉദ്യോഗാർത്ഥികളെല്ലാം മടങ്ങുകയും ചെയ്തു. തിരുവനന്തപുരത്തെ മോഡൽ ബോയ്സ് സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രസാദ് നൽകിയിരിക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പിഴവുകളുടെ വാർത്തകൾ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതാ പരീക്ഷയിലും ക്രമക്കേട് അല്ലെങ്കിൽ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്ത കൂടി വന്നിരിക്കുന്നത്.